ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ടീച്ചർ അമ്മ കേശുവിന് കഞ്ഞിയുമായി വരുമ്പോൾ കനി അവൻ്റെ കയ്യിലെ കെട്ടഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈ കഴുകാനായി കേശു ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവൻ എന്തെങ്കിലും വേലത്തരം ഒപ്പിക്കുമെന്നുള്ള പേടി കൊണ്ട് കനിയും അവിടെ ബാത്റൂമിൻ്റെ വാതിൽക്കൽ തന്നെ ചെന്ന് നിൽക്കുക. കൈ കഴുകി വന്ന് നിലത്തിരിക്കുന്ന അവന് ടീച്ചറമ്മ കഞ്ഞി കൊടുക്കുമ്പോൾ അവൻ അതിലെ സ്പൂണെല്ലാം വലിച്ചെറിഞ്ഞ് ആർത്തിയോടെ കൈകൊണ്ട് തന്നെ വാരി കഴിക്കുക. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായിന്ന് അവൻ പറയുമ്പോൾ കഴിച്ചോ, എത്ര വേണേലും തരാമെന്ന് ടീച്ചറമ്മയും പറയുക. അപ്പോഴാണ് അവരെ ഞെട്ടിച്ചോണ്ട് അവൻ്റെ അടുത്ത സംശയം, മരിച്ചുപോയ സരസ്വതി ടീച്ചർ എന്താ ഒളിച്ചിരിക്കുന്നേ? കൂടെ ഈ ചേച്ചിയും ഉണ്ടല്ലോ, നിങ്ങൾക്ക് സത്യത്തിൽ എന്തെങ്കിലും ഉടായ്പുണ്ടോ എന്ന് അവൻ്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് ഭക്ഷണം കഴിച്ച് ജീവൻ വെച്ചപ്പോൾ അവൻ്റെ ചോദ്യം കേട്ടില്ലേ. കൊടുക്കട്ടെ ഒരെണ്ണം എന്നും പറഞ്ഞുകൊണ്ട് കനി തൻ്റെ ഗുസ്തി അവൻ്റെ നേരെ എടുക്കും. ഇത് കണ്ട് ടീച്ചർ അമ്മ കനിയെ വഴക്ക് പറയുന്നുണ്ട്. എന്നാലും ടീച്ചർ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് മോശമല്ലേ എന്ന് അവൻ വീണ്ടും ചോദിക്കുക. എന്തായാലും നീ കക്കാൻ കയറി അത്രയും മോശമല്ലെന്ന് കനി പറയുമ്പോൾ ഞാൻ എൻ്റെ കാലക്കേടിന് കയറിയതല്ലേ, എൻ്റെ കന്നി പരിപാടി അന്ന് തന്നെ പൊളിഞ്ഞില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്ക് പണിയില്ലാത്തതല്ലേ ഇപ്പോൾ പ്രശ്നം? പണി ഞാൻ തരാം, ഞാൻ പറയുന്ന പണിയെല്ലാം ചെയ്തോണം. പോസ്റ്റ് അടിമ, വിളിപ്പേര് അടിമക്കണ്ണ്. നീ ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം ഞാൻ തന്നേക്കാം, എന്തായാലും നിനക്കിനി ഇവിടുന്ന് പോവാനുള്ള അനുവാദമേ ഇല്ല എന്ന് കനി ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ സംശയത്തോടെ ടീച്ചറമ്മയെ നോക്കിക്കൊണ്ട് എന്തായാലും വേണ്ടില്ല എന്ന മട്ടിൽ കഞ്ഞി വാരി കഴിക്കുക. രാവിലെ ആവുമ്പോൾ കനി വന്ന് രാധയുടെ റൂമിൻ്റെ ഡോർ തുറക്കുമ്പോൾ നിലത്ത് ചുരുണ്ട് കൂടി കിടക്കുന്ന കേശു പെട്ടെന്ന് എഴുന്നേൽക്കണ കണ്ട് നീ നേരത്തെ ഉണർന്നോ, നിനക്കെന്താ ഈ കട്ടിൽ കിടന്നുണ്ടായിരുന്നോ എന്ന് കനി ചോദിക്കുമ്പോൾ ദേഹത്ത് അപ്പടി അഴുക്കും പൊടിയുമായോണ്ടാണെന്ന് കേശു മറുപടി പറയുന്നുണ്ട്. നിന്റെ വേദനയൊക്കെ കുറഞ്ഞു എന്ന് കേശു പറയുമ്പോൾ എന്നാ പെട്ടെന്ന് എഴുന്നേൽക്ക്, ജോയിൻ ചെയ്ത് ജോലി തുടങ്ങണ്ടേ എന്ന് കനി പറയുമ്പോൾ അവൻ വേദന സഹിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ആദ്യം തന്നെ നിന്റെ മൊബൈൽ ഇങ്ങ് തന്നെയെന്ന് കനി പറയുമ്പോൾ തൻ്റെ കയ്യിൽ മൊബൈലില്ലെന്ന് കേശു പറയണ കേട്ട് കനി അവനെ മൊത്തത്തിൽ അങ്ങ് പരിശോധിക്കുന്നുണ്ട്. അവസാനം അവനിട്ട നിക്കറിൻ്റെ പോക്കറ്റിൽ നിന്ന് കനി മൊബൈൽ എടുക്കുക. ഇതെന്തുവാടാ, ഇത് നിന്റെ കയ്യിലിരുന്നാൽ ശരിയാവത്തില്ല, നിനക്ക് ആരെയും വിളിക്കാൻ തോന്നിയാലേ ആകെ പൊല്ലാപ്പാകും എന്ന് കനി പറയണ കേട്ട് ഞാൻ ആരെയും വിളിക്കില്ലെന്ന് കേശു പറയുന്നുണ്ട്. നിന്റെ വാക്കല്ലേ, അത് പഴഞ്ചാക്ക, എനിക്ക് അതിനൊരു വിലയില്ല. നിനക്ക് പെട്ടെന്നങ്ങ് കക്കാൻ തോന്നിയാലും ആരെങ്കിലും വിളിക്കാൻ തോന്നിയാലും അതൊക്കെ ഒരു പ്രശ്നമാകും. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് കനി അവനെ പിടിച്ചു വലിച്ചോണ്ട് റൂമിൽ നിന്ന് പോവുക. തളത്തിലെത്തുമ്പോൾ അവനെ അവിടെ നിർത്തി ഒരു ചൂലെടുത്തോണ്ട് നിന്റെ പോസ്റ്റിംഗ് ഓർഡറാ പിടിക്ക് എന്നും പറഞ്ഞോണ്ട് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കനി. എന്നാ പിന്നെ നിന്റെ പണി തുടങ്ങിക്കോ. ആദ്യം വീട് നന്നായി തൂത്തുവാരണം, പിന്നെ എല്ലാ റൂമും നന്നായി തുടച്ച് വൃത്തിയാക്കണം. മോപ്പെല്ലാം അവിടെ ഇരിപ്പുണ്ട്, പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ട്, അതെല്ലാം കഴുകി വൃത്തിയാക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പച്ചക്കറി മുഴുവനും കഴുകി കട്ട് ചെയ്ത് വെക്കണം. പിന്നെ അടുക്കളയിൽ ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് അവൻ പറയുമ്പോൾ എന്നാ നിന്റെ ഈ കമാൻഡോ വേഷം അഴിച്ചു വെച്ച് ഉടനെ തന്നെ പണി തുടങ്ങുന്ന കനി പറയണ കേട്ട് എന്തുവന്ന് അവൻ ചോദിക്കുമ്പോൾ പോയി മുഖം കഴുകടാന്നും പറഞ്ഞ് കനി അവനെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കേശു കനി പറഞ്ഞ പോലെ വീടെല്ലാം തൂത്തുവാരിക്കൊണ്ടിരിക്കുക. അവൻ പറഞ്ഞ പണിയെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ടോ നോക്കി കനിയും അവൻ്റെ പിറകെ തന്നെയുണ്ടേ. പിന്നീട് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തറ തുടച്ച് തിരിയുമ്പോൾ അവൻ നിലത്ത് വഴുതി വീഴുന്നുണ്ടെങ്കിലും തളർച്ചയോടെ അവൻ ആ നിലത്തേക്ക് തന്നെ മലർന്നു കിടക്കുക. കനിയേൽപ്പിച്ച അടുത്ത ഡ്യൂട്ടി പച്ചക്കറി അരിയാൻ തുടങ്ങുമ്പോഴാണ് ടീച്ചറമ്മ അങ്ങോട്ട് വന്ന് താൻ ചെയ്യാമെന്ന് അവനോട് പറയുന്നത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ടീച്ചറമ്മയെ തടയുമ്പോഴേക്കും ചെറിയമ്മേ ഇതെല്ലാം നമ്മുടെ അടിമക്കണ്ണ് ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് കനി അങ്ങോട്ട് വരുന്നുണ്ടേ. ദേ നിന്റെ അടിമക്കണ്ണാണെന്നും പറഞ്ഞ് ചങ്ങലയ്ക്കൊന്നും ഇട്ടേക്കല്ലെന്ന് ചെറിയമ്മ പറയുമ്പോൾ ഇറങ്ങി ഓടാൻ ശ്രമിച്ചാൽ ഞാൻ അതു തന്നെ ചെയ്യുമെന്ന് കനി പറയുന്നുണ്ട്. ഞാൻ ഓടാനൊന്നും പോകുന്നില്ല എൻ്റെ ചേച്ചി, ഇനി അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നവൻ പറയണ കേട്ട് ചെറിയമ്മയ്ക്കും കനിക്കും സന്തോഷമാവുന്നുണ്ട്. കുപ്പിന്നിറങ്ങിയ ഭൂതം പോലെ അത് കഴിയുമ്പോഴേക്കും കേശുവിനെ കനി വേറെയും പണി കൊടുക്കുന്നുണ്ടേ. ഫ്രിഡ്ജിൽ വെച്ച പച്ചക്കറി മൊത്തമായി എടുത്തു കൊടുത്തോണ്ട് ഇത് കഴുകി സോട്ട് ചെയ്ത് വെള്ളം കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാനായി അവൾ പറയുമ്പോഴേക്കും ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പോ വിനാഗിരിയോ ചേർത്തേക്ക്, പച്ചക്കറിയുടെ പുറത്തുള്ള കീടനാശിനിയുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ അവന് ഉപ്പിൻ്റെ ബോട്ടിൽ കൊടുക്കുമ്പോഴേക്കും അവൻ ആ പച്ചക്കറിയും ബോട്ടിലുമായി താഴേക്ക് വഴുതി വീഴുന്നുണ്ട്. പച്ചക്കറിയെല്ലാം മൊത്തം താഴെ പോവുകയും ചെയ്ത് അവൻ്റെ ഡ്രസ്സും നനഞ്ഞു. കനി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിന്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞല്ലോ, ആ മുറിയിൽ ഏതെങ്കിലും ഡ്രസ്സ് കാണും, പോയി നനഞ്ഞതെല്ലാം മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് എടുത്തിട്ടെന്ന് അവനോട് പറയുമ്പോഴേക്കും പുറത്തു പോയൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നാലോന്ന് അവൻ കനിയോട് ചോദിക്കുന്നുണ്ടേ. അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടണ്ട, ഇവിടെയുള്ള ഏതെങ്കിലും ഡ്രസ്സ് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യേ,
എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഡ്രസ്സ് മാറാനായി പറഞ്ഞയച്ചിട്ട് അവർ രണ്ടുപേരും കൂടി താഴെ വീണ പച്ചക്കറിയൊക്കെ പെറുക്കിയിടുന്നുണ്ടേ. പിന്നീട് തളത്തിലെ കൈവരിലിരുന്ന് കനി മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയ കേശു ഒരു നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് കനിയുടെ അടുത്ത് വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ നൈറ്റിയിലുള്ള കോലം കണ്ട് പൊട്ടിച്ചിരിക്കുന്ന അവൾ ചെറിയമ്മയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ചെറിയമ്മയും ഇത് കാണുമ്പോൾ എന്തുവാടാ ഇത് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുക. കൊള്ളൂലേ എന്നവൻ ചോദിക്കുമ്പോൾ കൊള്ളാം, എവിടുന്ന് കിട്ടിയടാ ഇതെന്ന് ചെറിയമ്മ ചോദിക്കുമ്പോൾ ആ റൂമിലുള്ളത് എടുത്തിടാനല്ലേ പറഞ്ഞതെന്ന് കേശു ചോദിക്കുന്നുണ്ട്. ചിരി നിർത്താൻ കഴിയാതെ എന്നും പറഞ്ഞ് ഇതാണോ എടുത്തിടുന്നേ എന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കുമ്പോൾ ഞാനിത് ഗൗൺ ആണെന്നാ കരുതിയേ എന്ന് കേശു പറയണ കേട്ട് ചിരി നിർത്താൻ കഴിയാതെ പോയി അഴിച്ചിടാന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് കനി അവനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടേ. കനിയ റൂമിൽ ചെന്ന് കുറച്ച് ടീഷർട്ടും പാൻസും എല്ലാം അവന് വലിച്ചു വാരി ഇട്ട് കൊടുക്കണ കണ്ട് ഇതെല്ലാം നല്ല കളർഫുള്ളാണല്ലോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. നീ കുറച്ച് കളറായി നിൽക്ക്, ഒരു കുഴപ്പമില്ലെന്ന് കനി പറയണ കേട്ട് ഡ്രസ്സ് മാറാനായി അവൻ നൈറ്റ് വലിച്ചോരാൻ തുടങ്ങുമ്പോഴേക്കും കനി കണ്ണ് പൊത്തിക്കൊണ്ട് എഴുന്നേറ്റ് ഡാടാ നീ എന്താ ഈ കാണിക്കുന്നേ, ഒരു മര്യാദ കാണിക്കണ്ടേ, ഇവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് നീ കണ്ടില്ലെന്ന് അവനോടായി ചോദിക്കുമ്പോൾ പെണ്ണോ എവിടെയെന്ന് ആൺവേഷം കെട്ടിയ കനിയെ നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുന്നുണ്ടേ. ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് കനി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൻ ഡ്രസ്സ് മാറാനായി തുടങ്ങുക. പിന്നീട് ഒരു പലാസോ പാൻറ്റും ടീഷർട്ടും ഇട്ടുകൊണ്ട് തളത്തിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കനിയുടെയും ടീച്ചറമ്മയുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ടേ. ഇതെനിക്ക് കുറച്ച് വലുതാണല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇത് രണ്ടും അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലേ എന്നവൻ വീണ്ടും ചോദിക്കുമ്പോൾ നിനക്കേ മാച്ച് ഉള്ളത് ഞാൻ ഉണ്ടാക്കി തരാമെടാ, പോടാ അടിമക്കണ്ണേ, പോയി ബാക്കി പണി ചെയ്യാൻ നോക്കെന്ന് കനി പറയുമ്പോൾ ഓക്കെ ഹുസൂർ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോവുക. പിന്നീട് അടുക്കളയിൽ നിൽക്കുന്ന കേശുവിനെയും ടീച്ചറമ്മയെയും കനിയുമാണ് കാണിക്കുന്നത്. കേശു അവിടെ എന്തോ പാചകത്തിലാണ്. അവൻ ജോലി ചെയ്യുന്നതും നോക്കി നിൽക്കണ ടീച്ചറമ്മ അവനോട് അത്യാവശ്യം പണിയൊക്കെ അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ അറിയാത്ത പണികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിക്കും, ഇനി കടുത്ത പണികളൊക്കെ ഇവൻ ചെയ്തോളുമെന്ന് കനി പറയണ കേട്ട് നീ കോളേജിലെ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യണ പോലെ ഇവനോട് പെരുമാറില്ലെന്ന് ടീച്ചറമ്മയും അവളെ വഴക്കു പറയുന്നുണ്ടേ. ഇവനാണ് ചെറിയമ്മ പാവം എന്ന് പറയുന്നത്, ഇവനെ പഠിച്ച കള്ളനാ എന്ന് കനി പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാതെ കനി, അവൻ്റെ കാര്യങ്ങളെല്ലാം അവ ഇന്നലെ പറഞ്ഞതല്ലേ എന്ന് ചെറിയമ്മ അവനെ സപ്പോർട്ട് ചെയ്ത് പറയണ കണ്ട് അപ്പോൾ ഇവനെ അങ്ങ് വിശുദ്ധനായി പ്രഖ്യാപിച്ചോ എന്ന് കനി ചോദിക്കുമ്പോൾ കനി എന്നും വിളിച്ചോണ്ട് ടീച്ചറമ്മ അവളെ താക്കീത് ചെയ്യുന്നുണ്ട്. കേശു അവിടെ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കനിയുടെ മൊബൈലിലേക്ക് വീണയുടെ കോൾ വരുന്നത്. എന്തായിടി ടൂറൊക്കെ എന്ന് കനി ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നലെ മണാലിയിലെത്തി, ബോക്സറിൽ വന്നു മഞ്ഞ് കാണാൻ എന്നൊരു റിസോർട്ടിന്റെ സ്വിമ്മിംഗ് പൂളിനരികെ നിന്നുകൊണ്ട് വീണ പറയുമ്പോൾ ഞാൻ എൻ്റെ ബുള്ളറ്റിൽ സോളോ ആയി അവിടെല്ലാം പോയിട്ടുള്ളതാണെന്ന് കനിയും പറയുന്നുണ്ട്. ഇവിടെ മഞ്ഞിലെടുത്ത് ചാടി രേണുവെടുത്തേക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണെന്ന് വീണ പറയണ കേട്ട് അത് നന്നായി, അങ്ങനെയെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങട്ടെ എന്ന് കനി പറയുമ്പോൾ എവിടെന്ന് ഒതുക്കൊന്നുമില്ല, നല്ല ആവേശത്തിലാ ഞങ്ങളിന്ന് സോളം വാലിക്ക് പോകുന്നുണ്ട് എന്ന് വീണ പറയുമ്പോൾ അവിടെ അടിപൊളിയാണെന്ന് കനിയും പറയുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വീണ ചോദിക്കുമ്പോൾ ഇവിടെ വീട്ടുജോലിക്ക് പുതിയൊരാളെ കിട്ടി എന്ന് കനി പറയണ കേട്ട് ആണോ, സ്ഥിരമായിട്ട് നിൽക്കുമോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. നിന്നില്ലെങ്കിൽ നമ്മൾ നിർത്തും. ആരെയാ പണിക്ക് കിട്ടിയെന്ന് വീണ ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസാ മോളെ. ഇത് കേട്ട് വേലക്കാരിയുടെ കാര്യത്തിലും സർപ്രൈസോ എന്ന് വീണ ചോദിക്കുമ്പോൾ വേലക്കാരിയല്ല വേലക്കാരൻ. വേലക്കാരനോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് വീണ പറയുമ്പോഴേക്കും ടീച്ചറമ്മ കനിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ടേ. മോളെ കുഞ്ഞി, നിങ്ങൾ രണ്ടുപേരും അങ്ങ് സംസാരിച്ചാൽ മതിയോ, എനിക്ക് കൂടി മിണ്ടണ്ടേന്ന് അമ്മ ചോദിക്കുമ്പോൾ സോറി അമ്മേ, അവൾ എന്തൊക്കെയോ ലാത്തി അടിച്ചതാ, അവൾ പറഞ്ഞു അവിടെ ഏതോ വേലക്കാരൻ വന്നെന്ന്, അതാരാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അതറിയുന്ന പയ്യനാ കേശു. കേശുവോ, അപ്പം അവൻ അമ്മയെ കണ്ടില്ലേ? ആ കണ്ടു, അതൊന്നും പ്രശ്നമില്ല, നീ വരുമ്പോൾ എല്ലാ കാര്യവും പറയാം എന്ന് അമ്മ അവളോടായി പറയുമ്പോഴേക്കും സന്തോഷ് വീണയെ വിളിക്കണ കേട്ട് അവരെല്ലാം ഇറങ്ങാൻ തുടങ്ങുക. പിന്നെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വീണ കോൾ കട്ട് ചെയ്യുക. അവർ കറങ്ങാനായി ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ട് കനിയുടെ മൊബൈൽ തിരിച്ചു കൊടുത്തോണ്ട് ടീച്ചറമ്മ കേശു കട്ട് ചെയ്യണമെന്ന് നോക്കി നിൽക്കുക. നല്ല ഭംഗിയായിട്ടാണല്ലോ കേശു കട്ട് ചെയ്യണമെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ തൻ്റെ ജോലി പോയ സമയത്ത് ചില കല്യാണ പരിപാടികൾക്ക് ഇവിടുത്തെ മനോഹരൻ ചേട്ടൻ്റെ കൂടെ പോയിട്ടുണ്ടെന്ന് കേശു പറയുക. അതേ, ഇവൻ നമ്മുടെ അടിമ കണ്ണ, കൂടുതൽ പുകഴ്ത്തി അങ്ങ് വഷളാക്കണ്ട എന്ന് കനി പറയുമ്പോൾ ടീച്ചറമ്മ അവളെ വഴക്കു പറയുന്നുണ്ടേ.
പിന്നീട് അവർ 3 പേരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ടീച്ചറമ്മയും കനിയും കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കുന്ന കേശുവിന് ഒരു പ്ലേറ്റിൽ വിളമ്പി ടീച്ചറമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ അവൻ അതുമായി കൈവരിയുടെ അടുത്തുള്ള നിലത്ത് ചെന്നിരിക്കുക. ഇത് കണ്ട് ടീച്ചറമ്മ അവനെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ കസേര വന്നിരിക്കടാ, കസേര ഇവിടെ കിടക്കുമ്പോൾ നിലത്ത് പോയിരിക്കേണ്ട കാര്യമെന്താ, ഇങ്ങോട്ട് വന്നിരിക്കേ എന്ന് ടീച്ചറമ്മ അവനെ വഴക്ക് പറയുമ്പോൾ അവൻ അതാകും സൗകര്യമെന്ന് കനിയും പറയുന്നുണ്ട്. ഇവിടെ എന്തായാലും 2 തരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, കേശു വന്ന് കസേരയിലിരുന്നേ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ നിർബന്ധിക്കുമ്പോൾ അവനും കസേരയിലേക്ക് വന്നിരുന്ന് അവരുടെ കൂടെ സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. കറി എങ്ങനെയുണ്ടെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ പട്ടിണി കിടക്കുന്നവന് കിട്ടിയ അമൃതല്ലേ ഇത്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നവൻ സന്തോഷത്തോടെ പറയുമ്പോൾ നിറച്ചു കഴിച്ചോ എന്ന് ടീച്ചർ പറയണ കേട്ട് അവൻ സന്തോഷത്തോടു കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് അവനൊരു കാര്യം പറയുന്നത്. എന്നെ ഇന്നൊന്ന് പുറത്തോട്ട് വിടണം, അനിയത്തിയുടെ ഫീസ് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാ, ഹോസ്റ്റൽ ഫീയും അടയ്ക്കണം, എങ്ങനെയും അത് ഒപ്പിച്ചു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അനിയത്തിയുടെ പഠിപ്പ് മുടങ്ങും എന്നവൻ വിഷമത്തോടെ പറയുമ്പോൾ നിന്നെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ലെന്ന് കനി തീർത്ത് പറയുക. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നോളാന്ന് കേശു പറയുമ്പോൾ അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും, ചെറിയമ്മ ഇവിടെ ഉള്ളത് നീ കണ്ടതല്ലേ, നീ പുറത്തു പോയി എല്ലാവരോടും ഇത് പറയില്ലെന്ന് കനി ചോദിക്കുമ്പോൾ ഞാൻ അത് പറയില്ല എന്ന് കേശു പറയണ കേട്ട് കേശു നിനക്ക് എൻ്റെ കാര്യം എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ പഴയ TTC സുഹൃത്തുക്കളോടൊപ്പം ടൂർ പോയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയുന്നുണ്ട് കേശുവിനോട്. കന്യാകുമാരിയിലേക്കാണ് ഞങ്ങൾ പോയത്, അവിടെ നിന്ന് ഞാനൊരു ആശ്രമത്തിലേക്ക് പോയി. ആ യാത്രയിൽ ഞാനൊരു അപകടത്തിൽപ്പെട്ട് മാസങ്ങളോളം അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലായി. ഞാൻ ആശ്രമത്തിലേക്ക് പോയ വിവരമറിയാതെ സുഹൃത്തുക്കൾ ഞാൻ മിസ്സിംഗ് ആയെന്ന് വിചാരിച്ച് തിരികെ വന്നു. എനിക്കായി ഇവരെല്ലാം കുറെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ രാമേശ്വരത്തിനടുത്തു നിന്ന് കിട്ടിയ ബോഡി എൻ്റേതാണെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ചു. രേഖകളിലെല്ലാം ഞാൻ മരിച്ച ആളാ. എൻ്റെ ജോലി എൻ്റെ ഇളയ മകൾക്ക് കിട്ടി. ഇൻഷുറൻസ് കാശ് മക്കളെല്ലാം വാങ്ങിയെടുത്തു. ഞാൻ തിരികെ വന്നപ്പോഴാ ഇതെല്ലാം അറിയുന്നേ. ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ പല വലിയ നഷ്ടങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഒരു മുറിയിൽ പുറത്താരും അറിയാതെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇളയ മോളുടെ കല്യാണത്തിന് ശേഷം അവരെല്ലാവരും കൂടി ടൂർ പോയിരിക്കുക. അങ്ങനെയാ ഞാനിപ്പോൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും ഞങ്ങൾ രണ്ടാളും ഈ വീട്ടിലുള്ള കാര്യം പുറത്താർക്കും അറിയില്ല. ആ സമയത്താ നിന്റെ ഈ കേറിച്ചാട്ടം എന്ന് ടീച്ചറമ്മ അവനോടായി പറയുമ്പോൾ അതുകൊണ്ടാ നിന്നെ പുറത്തു വിടാൻ പറ്റാത്തത്, അത് ഞങ്ങൾക്ക് നല്ല റിസ്ക് ആയിരിക്കും. ഞാൻ സത്യമായിട്ടും നിങ്ങളെ ആരെയും പറ്റിക്കില്ല, ഞാൻ പോയി അനിയത്തിയുടെ ഫീസ് അടച്ചിട്ട് തിരികെ വന്നോളാം എന്ന് കേശു വീണ്ടും പറയുമ്പോൾ പുറത്തിറങ്ങിയ നിനക്ക് എവിടെന്നാ കാശ് കിട്ടുകയെന്ന് കനി ചോദിക്കുക. അതെല്ലാം നോക്കണമെന്ന് കേശു പറയുമ്പോൾ നിന്നെ വിടാൻ കേശു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, വേണമെങ്കിൽ നിനക്ക് ഞങ്ങളെ ചതിക്കാം, പുറത്തു പോയി എല്ലാവരോടും പറയാം, പക്ഷേ ശ്രീജിയുടെ മകനെന്ന നിലയിൽ ഞാൻ നിന്നെ വിശ്വസിക്കും എന്ന് ടീച്ചറമ്മ പറയുന്നുണ്ടേ. നീ വേഗം പോയി റെഡിയാവ്, ഞാനും കൂടി നിന്റെ കൂടെ വരാം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാനും നോക്കട്ടെ എന്ന് കനി പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ അത് മതിയെന്ന് പറയാ. പിന്നീട് കാണിക്കുന്നത് കനിയും കേശുവും കൂടി ഡ്രസ്സെല്ലാം മാറി പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് ബുള്ളറ്റിനരികിലേക്കായി പോകുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് നോക്കി നിൽക്കുന്ന ടീച്ചറമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.